ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡെയിലി റുട്ടീനാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് കുറേ പേര് ഞാൻ പിരികം വരയ്ക്കുന്നത് എങ്ങനെയാണ്, പിരികം എഴുതുന്നതും അതുപോലെ കണ്ണെഴുതുന്നതും ലിപ്സ്റ്റിക്കിൻ്റെയും എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എല്ലാവരും ചെയ്യാത്തതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പിരികം വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എണ്ണ പുരട്ടാറുണ്ട്. ഞാൻ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഇത് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ഐബ്രോ പെൻസിൽ ഒരു 20 രൂപയുടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെടുക്കുമ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ, എണ്ണ ഒന്ന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിരികമെല്ലാം കുഴിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അത്രയും പ്രഷർ കൊടുത്ത് എഴുതുമ്പോൾ. ഓക്കെ, അത്രയും പ്രഷറിൻ്റെ ആവശ്യമില്ല, എങ്കിലും എണ്ണ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്മൂത്തായിട്ട് ഇത് ഗ്ലൈഡ് ചെയ്യാനും ഒന്ന് എഴുതാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു 10-50 രൂപയുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുഞ്ഞ് സാധനമല്ല യൂസ് ചെയ്യുന്നത്. ഐബ്രോ പെൻസിലല്ല യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ 20 രൂപയുടെ ആ ഒരു റേഞ്ച് വരുന്ന, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാ 20 രൂപയുടെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് എനിക്കെപ്പോഴും കുറച്ച് അമ്പും വില്ലും പോലെ, അത്രയും ആ ഒരു അമ്പ് വില്ല് പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു ഷേപ്പുള്ള ഐബ്രോ ആണ് എപ്പോഴും എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പൊക്കി വെച്ചിരിക്കുന്നത്. ഐബ്രോസ് എപ്പോഴും കുറച്ച് പൊക്കി എഴുതുന്നത്. പണ്ട് മുതൽ എനിക്ക് ഐബ്രോസ് വേറൊരു ഷേപ്പായിരുന്നു, പക്ഷെ ഞാനിത് ഇങ്ങനെ എഴുതി ഈ ഒരു ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത് സ്യൂട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. എനിക്ക് അത് കറക്റ്റായിട്ട് ഈ ഒരു ഷേപ്പ് ചേരുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാനിത് തന്നെ കണ്ടിന്യൂ ചെയ്തത്. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് എപ്പോഴും എനിക്കൊരു 99% ആൾക്കാരും എനിക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് പറയുന്നത് ഈ ഒരു ഐബ്രൗസിൻ്റെ ഷേപ്പ്. ഓക്കെ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങനെയാണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണോ ചെയ്യുന്നത്? അപ്പം അങ്ങനെയൊന്നും അല്ലതേ, അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഭയങ്കര ഒരു കാടൻ രീതിയിലൊന്നും അല്ല ചെയ്യുന്നത്. അത്യാവശ്യം സ്മൂത്തായിട്ട് ആ ഒരു എണ്ണയും കൂടെ പുരട്ടിയതുകൊണ്ട് നമുക്ക് എത്ര നല്ലപോലെ ഗ്ലൈഡ് ചെയ്ത് സ്മൂത്തായിട്ട് ഇത് ഐബ്രൗസ് വരയ്ക്കാൻ പറ്റും. അറ്റത്തൊക്കെ ഒന്നുകൂടെ ഒന്ന് ഷാർപ്പൻ ചെയ്യുകയാണ് ഞാൻ അറ്റത്ത്. ഓക്കെ, ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുവിധം ഇതൊരു ജസ്റ്റ് ഒരു മിനിറ്റ്, കൂടിപ്പോയാൽ 2 മിനിറ്റിൻ്റെ ഒരു പ്രൊസീജിയർ മാത്രമാണ്. അല്ലാതെ നമ്മൾ കുറേ പേര് വിചാരിക്കും ഇതൊരു 10-15 മിനിറ്റ് ഇതിന് എടുക്കുമെന്ന്. പക്ഷേ എടുക്കത്തില്ല. നമ്മൾ എക്സ്പേർട്ടായി കഴിഞ്ഞാൽ നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് സെറ്റാക്കാവുന്നതേ ഉള്ളൂ, 2 മിനിറ്റിനുള്ളിൽ. ഓക്കെ, ഇനി ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്നത് എപ്പോഴും എനിക്കൊരു ഇതേപോലെ ഒരു തുണി കാണും. ഈ കണ്ണും പിരികൊക്കെ എഴുതുന്നതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞു പിള്ളേരെ ചെയ്യുന്നത് പോലെ നമുക്ക് പൗഡർ അതിൻ്റെ മേലിൽ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും സ്പ്രെഡ് ആകത്തില്ല. പിള്ളേർക്ക് നമ്മൾ എന്ത് ചെയ്തോ അതുപോലെ തന്നെ നമുക്കും അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ എത്ര തുടച്ചാലും അത് വരത്തില്ല, കാരണം പൗഡർ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കൺമഷി തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും കൺമഷി കിട്ടി. ഇനി നമ്മൾ കൺമഷി, ഞാൻ സാധാരണ നമ്മുടെ ഹിമാലയയുടെ പോലത്തെ കൺമഷി അല്ല യൂസ് ചെയ്യുന്നത്. സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ചിങ്കാറിൻ്റെ ഒരു കൺമഷിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണെങ്കിലും ഞാൻ ആദ്യം എടുത്തിട്ട് റിംഗ് ഫിംഗർ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കണ്ണെഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഹാർഷായിട്ട് റഫ് ആൻഡ് ടഫായിട്ടാണ് എൻ്റെ കണ്ണിനെയും പിരികത്തിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് തോന്നും. പക്ഷേ അത് കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ചില സമയത്ത് എനിക്ക് കണ്ണിൻ്റെ മുകളിലും അങ്ങനെ ചെയ്യാൻ തോന്നും കണ്ണെഴുതാനായിട്ട്. അപ്പം ഞാൻ അതേപോലെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കണ്ണടച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് സ്പ്രെഡ് ചെയ്യും, ചിലപ്പോൾ അത് സ്പ്രെഡ് ചെയ്യത്തില്ല. സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ളു. ഇപ്പോൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ. ഇപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിനൊരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ട് ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ പാരഷൂട്ട് എണ്ണ എടുത്തിട്ട് കണ്ണിൻ്റെ താഴത്തായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ കറുത്ത പാടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈ കൺമഷി മൂലം ഉണ്ടായ കറുത്ത പാട് എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഞാനത് തൂത്ത് കളയാനായിട്ട് ആദ്യം എണ്ണ എടുത്തിട്ട് ഞാനിപ്പം വെള്ളം കൊണ്ട് ആ തുണി ഒന്ന് ചെറുതായിട്ട് നനച്ചു. എന്നിട്ട് ഞാൻ അത് ഒന്ന് നല്ലപോലെ തുടച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്തു. എനിക്ക് തോന്നുന്നത് എൻ്റെ കണ്ണടിയിൽ ചെറിയ കറുപ്പൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പം എൻ്റെ സ്ക്രീൻ ടൈം കൂടുതലാണ്, എപ്പോഴും ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കണ്ണിൻ്റെ അടിയിൽ കറുത്തപാട് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി മാറ്റാനായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ ക്യൂക്കമ്പറാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ ക്യൂക്കമ്പർ സ്ലൈസും മസാജൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തത് ഐലൈനറാണ്. ഞാൻ
നമ്മുടെ ഷിങ്കാറിൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഷിങ്കാറാണോ അതോ ഐറ്റക്സ് ആണോ എന്ന് അറിയത്തില്ല. ഓക്കെ, അത് ഞാൻ എന്തായാലും ക്ലിയർ ചെയ്തേക്കാം. പിന്നെ എൻ്റെ കൺമഷി നമുക്ക് ഐലൈനർ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്കപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് ഒറ്റ ഒരു ലൈനിൽ തന്നെ നമ്മൾക്ക് ഈ ഒരു ഐലൈനർ അപ്ലൈ ചെയ്യാൻ പറ്റും. വാലിടുന്നതും എനിക്കൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ചെറുതായിട്ട് വാല് ഇടാറുണ്ട്. ഓക്കെ, ഈ അറ്റത്ത് കണ്ണിൻ്റെ അറ്റത്ത് എനിക്ക് കുറച്ചും കൂടെ ഒരു ലെങ്ത്ത് തോന്നിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ കൊടുക്കാറുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ അത് വരച്ച് തീർക്കും. എനിക്ക് ഈ കണ്ണിൻ്റെ മേക്കപ്പ്, പിരികത്തിൻ്റെ മേക്കപ്പ് ഒന്നും കുറേ ടൈം പോവാറില്ല. ഓക്കെ, സോ അപ്പോൾ നല്ലപോലെ ഒന്നും തെറ്റാതെ തന്നെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ലിപ്പാണ്. ലിപ്പ് ഞാൻ പണ്ട് 10-50 രൂപയുടെയൊക്കെ കുറേ ലിപ്സ്റ്റിക്ക് വാരി തേച്ചതിൻ്റെ അനന്തരഫലമായിട്ട് ഒരു കോൺസിക്വൻസ് ആയിട്ട് എൻ്റെ ചുണ്ടൊക്കെ അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആയിരുന്നു. പക്ഷേ ഞാൻ മാമ എർത്ത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ ലിപ്പിൻ്റെ കളറ് കുറച്ച് എനിക്ക് തിരിച്ച് കിട്ടി. പിന്നെ ഞാൻ ഡെയിലി ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ പിഗ്മെൻറ്റഡ് ലിപ്പ് കൂടിയിട്ടില്ല. എന്ന് വെച്ചാൽ കറുപ്പ് നിറം അല്ലെങ്കിൽ ലിപ്പ് കുറച്ചുകൂടെ ഡാർക്കനാകുകയൊന്നും ചെയ്തിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ആ ഷെയ്ഡ് തന്നെയാണ്. പണ്ട് ഇപ്പം ഡാർക്കനായിട്ടുണ്ടെങ്കിൽ തന്നെ അത് പണ്ട് എപ്പോഴോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ലോക്കൽ ലിപ്സ്റ്റിക്സ്, നമ്മൾ പണ്ട് അറിയാത്ത കാലത്ത് അങ്ങനത്തെ ലിപ്സ്റ്റിക്സുകളൊക്കെ യൂസ് ചെയ്യുമല്ലോ. പിന്നെ ലിപ്പിനൊന്നും കുറേ ട്രീറ്റ്മെൻറ്റും കെയറൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അത് അത്രയും കളറില്ലാത്തത്. ഓക്കെ, പക്ഷേ മാമ എർത്ത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അതായത് ലിപ്സ് പിന്നെയും ഡാർക്കൺ ഒന്നും ആകുന്നില്ല. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് മാമ എർത്തിൻ്റെ പ്രോഡക്റ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്